കല്യാണം കഴിഞ്ഞവർ ഹൃത്തിക് റോഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നാതിരിക്കില്ലല്ലോ. നല്ലൊരു സാധനം കണ്ടാൽ. കുറച്ച് മുന്നേ ഗബ്രിയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ് ഗബ്രിയുടെ ഇന്റർവ്യൂ കാണണമെന്ന്. ഫിലിമി ബീറ്റ് എന്ന് പറയുന്ന ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഫുൾ ഇന്റർവ്യൂ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഏകദേശം 35 മിനിറ്റ് അടുപ്പിച്ചുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഭാഗം മാത്രം നമുക്കിവിടെ വയ്ക്കാം. ഇതിനകത്ത് ഗബ്രി പറയുന്ന ന്യായീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കേട്ടോണം. അതായത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ശരിക്കുള്ള ക്ലാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇന്റർവ്യൂയിലോട്ട് പോകാം. എന്താണ് ഗബ്രി പറയുന്നതെന്ന് നോക്കാം. അങ്ങനെ അൻസിബ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പുറത്ത് ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ്. ജാസ്മിന് ഇത്രയും ക്ലാരിറ്റി ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ജാസ്മിന് പുറത്തൊരു പറഞ്ഞ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ജാസ്മിൻ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു ക്ലാരിറ്റിയുടെ കുറവിനെ കുറിച്ച് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ബോർഡർ ഞങ്ങൾ വെച്ചേക്കണം എന്നുള്ളത്. ശരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അൻസിബ ശരിക്കും ചോദിക്കുന്നത് അതല്ല. കാര്യം ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാര്യം പുറത്തൊരു ആളുമായിട്ട് റിലേഷൻ ആണെങ്കിൽ എന്തിനാണ് ഈ ഒരു കൺഫ്യൂഷൻ എന്നാണ് അൻസിബ ചോദിക്കുന്നത്. അപ്പൊ അതിന് ഗബ്രി കൊടുത്ത മറുപടി നമുക്ക് കേൾക്കാം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ട് സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെന്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ചെയ്യും. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ഒരു ആളുമായിട്ട് നമ്മൾ ഇരിക്കുമ്പം കാണാനായിട്ട് പ്രത്യേകിച്ച് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇനി വരുന്ന ഒരു കോമഡി നിങ്ങൾ കേട്ടോണം. ഇപ്പോൾ പുള്ളിക്കാരൻ അതിനകത്തൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ അതിനകത്ത് തന്നെ പറഞ്ഞു, വളരെ നല്ല ഒരു ആഹാരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കൊതി തോന്നിയാൽ നമ്മളെടുത്ത് കഴിച്ചു പോകത്തില്ലേ, അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും വരും എന്നാണ് പറയുന്നത്. അതാണ് അളിയൻ ഉദ്ദേശിച്ച് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറേ പരിപാടികളുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും. കാര്യം ഹോർമോൺസ് എല്ലാം കൂടെ കയറി റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും തോന്നും, പലതും തോന്നും. കാര്യം നമ്മുടെ ചുറ്റിനും ക്യാമറ ഉണ്ടെന്ന് വരെ നമ്മൾ ചില സമയത്ത് മറന്നു പോകും. അതാണ് ഗബ്രി പറഞ്ഞു വരുന്നത്. കാര്യം മനുഷ്യന്മാരുടെ കാര്യമാണ്. നമുക്ക് അട്രാക്ഷൻ തോന്നുന്നതും ഈ ക്രഷ് അടിക്കുന്നതൊക്കെ പറയാം, പക്ഷേ അതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി ക്രോസ് ചെയ്താലാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ബൗണ്ടറിയെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ചർച്ച ചെയ്തത്. കാര്യം അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പറയുന്ന ഈ കോംബോ ഈ മെജോറിറ്റി ഓഡിയൻസ് ഇഷ്ടപ്പെടാത്തത്. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. കല്യാണം കഴിഞ്ഞവർ ഹൃത്തിക് റോഷനെ കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നാതിരിക്കില്ലല്ലോ. നല്ലൊരു സാധനം കണ്ടാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കണ്ടാൽ നമുക്ക് ആഗ്രഹം തോന്നും. ഞാൻ ഭക്ഷണം ഒരു മനുഷ്യനെ ഇത് ചെയ്യാല്ല, ഞാൻ അതിൻ്റെ ബേസിക് ഐഡിയ പറയണം. നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസ് ആണ് നമുക്ക് വരുന്ന ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യണത്. ഹൃത്തിക് റോഷൻ. അപ്പം കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃത്തിക് റോഷനെ കാണുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ഹസ്ബൻഡിനെ കാട്ടിയും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ചെറുക്കനെ കാട്ടിയും നിങ്ങൾക്ക് ഭയങ്കര അട്രാക്ഷനും നിങ്ങൾക്ക് ഭയങ്കര ക്രഷും ആ ഒരു സാധനം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഹൃത്തിക് റോഷൻ നിങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. എനിക്ക് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഹൃത്തിക് റോഷനോട് പ്രണയമുണ്ട്, അത് ഞാൻ പിടിച്ചു വെച്ചിരിക്കുവാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കത് മനസ്സിലായില്ല. ഹൃത്തിക് റോഷനെ കണ്ട അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ തിന്നു പോകത്തില്ല. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയാം, അത് ഞാൻ മനുഷ്യനെ വെച്ചിട്ട് പറയുമല്ലെന്ന്. അത് കേൾക്കുമ്പം തന്നെ ഏതൊരുത്തിനും മനസ്സിലാവുന്ന കാര്യമല്ലേ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ നീ വന്ന് പറയേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞങ്ങളിടയിൽ അങ്ങനെ സംഭവിച്ചു പോയി. കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ മനുഷ്യന്മാരുടെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും എന്നിട്ട് ഞങ്ങളത് പബ്ലിക്കിൽ അറിയിക്കേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള രീതി എന്തെങ്കിലുമൊക്കെ പറയാം. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റില്ലായിരിക്കും എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. പക്ഷെ നീ ഇപ്പം ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് ആഹാരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് കൊതി തോന്നത്തില്ലേ? ഹൃത്തിക് റോഷനെ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഹൃത്തിക് റോഷനെ കാണുമ്പോഴത്തേക്ക് അട്രാക്ഷൻ തോന്നത്തിലേക്ക് പറയുന്നതിനകത്തോട്ട് എനിക്കത് അത്ര ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്തോ പ്രശ്നമുള്ളത്. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത്. ഒരാണും പെണ്ണും അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പിൽ സ്റ്റാറ്റസിലുള്ളവരാണെങ്കിലും അവർ തമ്മിൽ കാണുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യാനേ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം അത് നാച്ചുറലി ഓർഗാനിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സത്യം. അതിപ്പം നോർമലി തോന്നും എന്നും പറഞ്ഞ് അത് നമ്മൾ ഈ എൻഗേജ്ഡ് ആയിട്ടുള്ള പയ്യനെ മറക്കുക, കല്യാണം കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ പെണ്ണിനെ മറക്കുക, അങ്ങനെയുള്ള രീതിയിലല്ല അത്. അതൊരു കാണുമ്പോഴത്തേക്ക് ഓക്കെ കൊള്ളാം ഫൈൻ അങ്ങനെയാണ്. അല്ലാതെ അത് ഭയങ്കരമായിട്ട് എന്ത് പറയണ്ട അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് കരയുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമെന്ന് ആലോചിച്ച് തൂങ്ങി വിഷമിക്കുകയോ അങ്ങനല്ല. അതിന് ഒരു അന്തസ്സുണ്ട്. കാര്യം ഇപ്പോൾ ഗബ്രി പറയുന്ന ഈ ഒരു കേസിൽ ഈ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് പറയണത്. കാര്യം നിങ്ങൾ തമ്മിൽ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു, നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് കണക്ട് ആയെന്ന് പറയുന്നു. ആ കണക്ട് ആയതിൻ്റെ റീസൺ തന്നെ പറഞ്ഞെന്തോ രണ്ടുപേരും അട്രാക്ഷൻ ആയിട്ടുള്ളവർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തോന്നും എടുക്കും എന്നൊക്കെ.
പക്ഷേ ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ മേ ബി ഈ പറയുന്ന റിലേഷൻഷിപ്പിനൊന്നും വാല്യൂ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഗബ്രിക്കും ജാസ്മിനും ഇങ്ങനെയൊക്കെ തോന്നിയത്. അതിന് ബാക്കിയോടെ കാണാം. അതിനെ കൺട്രോൾ ചെയ്യുന്ന അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ്, അതാണ് മൊറാലിറ്റി. അതായത് എനിക്ക് ഇങ്ങനെയുണ്ട്, അപ്പോൾ ഞാനിത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിത് ഇതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണ് മൊറാലിറ്റി. അത് പറഞ്ഞത് എങ്ങനെയാണ് പെർസ്പെക്റ്റീവ് അത് ആൾക്കാർ പെർസീവ് ചെയ്തിട്ടുള്ളതിലാണ് പ്രശ്നം. സിറ്റുവേഷനിലാണ്, ഒരുമിച്ചാണ്, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇഷ്ടം തോന്നാം. അതുകൊണ്ട് അതിലേക്ക്, പക്ഷേ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി വെച്ച് കറക്റ്റായിട്ട് നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ളവർ തന്നെയാണ് ഇത് വളച്ചൊടിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഓക്കെ, ബേസിക്കലി അതിനകത്തുള്ളവർ തന്നെയാണ് ഇത് മൊത്തം വളച്ചൊടിച്ചേക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ, അതിനകത്തുള്ളവർ എന്താണ് വളച്ചൊടിച്ചേക്കുന്നത്? നമ്മളെ കണ്ണും കൊണ്ട് കണ്ടതാണ്. നമുക്ക് ആർക്കുമാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയതും ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയതും. അതിനകത്തുള്ളവർ ബ്ലെയിം ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ പറയരുതെന്ന്. അപ്പം ഒരിക്കലും അകത്തുള്ളവരെ ബ്ലെയിം ചെയ്യരുത്, പുറത്ത് നിങ്ങൾ കാണുന്നവരെ ആരായാലും അങ്ങനെ വിചാരിക്കത്തോളം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അളിയന് ആൻസർ ഇല്ല. അപ്പോൾ നേരെ തിരിച്ച് ഇതേപോലെ പറയുവാണ്, ഓപ്പോസിറ്റ് സെക്സ് ഉള്ളവർ ഇരിക്കുമെന്ന് വീണ്ടും ഈ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇൻ്റർവ്യൂവിൽ പകുതി. അതിപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് പെണ്ണും കൈ പിടിച്ചാലിരുന്നത്, എന്താ ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ക്ലാരിറ്റി ഇല്ല ഈ ഒരു കാര്യത്തിൽ. അത് ഗബ്രിക്ക് അത് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് പബ്ലിക്കിൻ്റെ ഇടയിൽ പറയാനായിട്ട് അത് ബുദ്ധിമുട്ടുമാണ്. പക്ഷെ അത് അവരുടെ ഉള്ളിൽ കാണുമായിരിക്കാം. അതിനിപ്പോൾ അവർ തന്നെ വന്നിട്ട് അത് ക്ലിയർ ചെയ്യുമായിരിക്കും. അത് ക്ലിയർ ചെയ്താലും ഒരിക്കലും നമ്മൾ ആരും അറിയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേ വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കാണുക. ഏകദേശം 35 മിനിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി പാർട്ട് 2 ഒക്കെ വരാൻ കാണുമായിരിക്കും. പക്ഷേ ഇങ്ങനല്ല ശരിക്കും ചോദിക്കേണ്ട കുറേ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കണം. പ്രത്യേകിച്ച് ആ വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിപ്പിംഗ് എടുത്ത് വെച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നീ ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ അത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ കയ്യിൽ കടിക്കുന്ന തോന്നുന്നു, കയ്യിൽ നക്കുന്നത്, ഇതെല്ലാം എടുത്ത് വെച്ചാണ് ചോദിക്കേണ്ടത്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയണ്ടേ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ, അല്ലേ? ഈ ഒരു വിഷയത്തിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം കൂടെ പറയാം. ഗബ്രി പല ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്കും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അറിയാമല്ലോ ഈ ജാസ്മിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം സ്കിപ്പ് ചെയ്യണം, അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയാണ് പറഞ്ഞേക്കുന്നത്. ആദ്യമേ ഈ പറയുന്ന പോലെ എയർപോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിലോട്ട് പോകുന്ന സമയത്തും മിക്ക ആൾക്കാരുടെ അടുത്തും മീഡിയാസിൻ്റെ അടുത്തും പറഞ്ഞിരിക്കുന്ന ഗബ്രി ഇതേ സെയിം ഡയലോഗാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തത്. കാര്യം നിങ്ങളത് കാര്യം അറിയിക്കണം, ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗബ്രിയുടെ വായിൽ നിന്ന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്, അല്ലെങ്കിൽ അഫ്സലുമായിട്ടുള്ള സംഭവങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ പുറത്ത് നടന്ന കോൺട്രവേഴ്സി. പക്ഷേ അത് കേൾക്കാനാണ് ഗബ്രിയുടെ ഇൻ്റർവ്യൂ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ വലിയ സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. ഇത് തന്നെ അളിയൻ നേരത്തെ പറഞ്ഞത് മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് എന്തുള്ളത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എനിക്ക് വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.